ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മകരലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും 3, 12 ഭാവാധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്ന വ്യാഴം സ്വന്തം രാശിയായ മകരൻ രാശിയിലേക്കും മകരൻ രാശിയുടെ 3-ാം ഭാവത്തിലേക്കും പിന്നെ രാശിയുടെ 11-ാം ഭാവത്തിലേക്കുമൊക്കെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ വ്യാഴം സംക്രമിക്കുമ്പോൾ വളരെയധികം ദൈവാധീനമുള്ളൊരു സമയമായിരിക്കും. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന സമയക്കാലമാണ്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാനൊക്കെ ആകും. ആശുപത്രിവാസം ഉണ്ടാകുമെങ്കിലും ചികിത്സകൾ ഫലിക്കുന്നതാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. ഇതുവരെ വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകളൊക്കെ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടത്തിക്കിട്ടുന്നതിനും ഇടയാകും. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. സന്തോഷകരമായി യോജിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആകും. അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അകന്ന് കഴിയുന്നവർ കൂടി യോജിച്ച് മുന്നോട്ട് പോകും. വിദേശയാത്ര തരപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് നിന്നായാലും ഉന്നത പഠന ആവശ്യത്തിനായാലും സ്ഥലം സന്ദർശിക്കുന്നതിനായാലുമൊക്കെ വിദേശയാത്രകൾ തരപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാനൊക്കെ ആകും. ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവർക്കും കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും യോജിച്ച് മുന്നോട്ട് പോകാനാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിച്ചു നിൽക്കും. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ അഭിഭാഷകർ, അധ്യാപകർ എന്നീ നിലയിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ ധാരാളമായി ലഭിക്കുന്നതാണ്. പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഇടയാകും. വിവിധ മാർഗങ്ങളിലൂടെ ഉണ്ടാകുന്ന ധനച്ചിലവുകൾക്ക് നിയന്ത്രണമുണ്ടാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പാഴ്ചെലവുകൾ കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. എല്ലാ പ്രവർത്തനത്തിലും ഊർജ്ജസ്വലതയോടെ ഇറങ്ങിപ്പുറപ്പെടാൻ കഴിയും. ധൈര്യത്തോടെ കാര്യങ്ങൾ നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും. ധനധാന്യ വസ്ത്രാഭരണ ലാഭം, ഭക്ഷണ സമൃദ്ധി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്.
കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. അവരിൽ നിന്ന് സഹായങ്ങളും പ്രതീക്ഷിക്കാം. മകരം രാശിയുടെ 3-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശനിയുടെ ഗുണാനുഭവങ്ങൾ വ്യാഴദൃഷ്ടി ഏൽക്കുമ്പോൾ വളരെയേറെ ഗുണങ്ങളൊക്കെ കിട്ടും. പുതിയതായി എടുക്കുന്ന ഏതൊരു പരിശ്രമമായാലും അതിലൊക്കെ നല്ല വിജയമുണ്ടാകും. സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണമുള്ള സമയമാണ്. സമൂഹ ബന്ധം വർദ്ധിക്കും. രാശിയുടെ ലാഭസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി കൊണ്ട് പലവിധ ലാഭനേട്ടങ്ങളും ആഗ്രഹ സാഫല്യവും എല്ലാ കാര്യങ്ങളിലും വളരെയധികം തൃപ്തിയുമൊക്കെ അനുഭവപ്പെടും. മൂത്ത സഹോദരങ്ങളും ഉറ്റമിത്രങ്ങളും ഒക്കെ സഹായിക്കും. എല്ലാ കാര്യത്തിലും സംതൃപ്തി അനുഭവപ്പെടുന്ന കാലഘട്ടം കൂടിയായിരിക്കും. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.